കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. തോമസ് കുട്ടി ബ്രദറെ കഴിഞ്ഞ സൺഡേയിൽ കോട്ടയത്ത് പറഞ്ഞ നല്ലൊരു സന്ദേശം, ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തിയുടെ അവസ്ഥ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നതായ മാറ്റങ്ങൾ, ഇതേക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസൻ അന്ന് സഭായോഗത്തിൽ സംസാരിച്ചത്. ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിലുള്ള ആ ധൈര്യം, ക്രിസ്തുവിലുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ, അതുപോലെ തന്നെ ക്രിസ്തുവിലായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനെക്കുറിച്ചും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടത്തില്ല, എൻ്റെ ജീവിതം ഒരിക്കലും തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല, ഞാൻ പറയുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതായ ഉറപ്പും പ്രാഗൽഭ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്നത്തെ ഈ മെസ്സേജ് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാപം തീർത്തു നീ നിശാപമൃത്യുവാ, ശാപം തീർത്തു നീ നിശാപമൃത്യുവാ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ. ഓ സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. സർവകാലവും കീർത്തിക്കുന്നവൻ കൃപകളോർത്തു നന്ദിയ വാഴ്ത്തുന്നേ എന്നെ സുരാജനെ, വാഴ്ത്തുന്നേ എന്നെ സുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, തൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, തൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും. നീ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും, നീ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. അപ്പോസ്തോലിക ലേഖനങ്ങളിൽ മാത്രം കാണുന്ന ഒരു പദപ്രയോഗമാണ് ക്രിസ്തുവിൽ. എല്ലാവരും പറഞ്ഞ ക്രിസ്തുവിൽ. ക്രിസ്തുവിലായ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ വർഗമാണ്, പുതുതായി ഉളവാക്കപ്പെട്ട ഒരു ജനവർഗമാണ് യേശുവിൽ വിശ്വസിച്ചവർ. ദൈവം സൃഷ്ടിച്ച പുതിയ സൃഷ്ടിയാണ്. അവർക്ക് മാത്രം ചില പ്രിവിലേജസ് ഉണ്ട്, അവർക്ക് മാത്രം ചില അവകാശങ്ങളുണ്ട്, അവർ മാത്രം എന്തോ ആയിത്തീർന്നിട്ടുണ്ട്. ആമേൻ. ഈ ലേഖനങ്ങളെല്ലാം തന്നെ, അപ്പോസ്തോലിക ലേഖനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിലെ ഒരു പുതിയ സൃഷ്ടി ആരാ, ആ വ്യക്തിക്ക് എന്തെല്ലാം ഉണ്ട് എന്നതാണ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം ഉണ്ട്, ഇതാണ് വാസ്തവത്തിൽ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. അത് പഴയ നിയമത്തിൽ ആർക്കും അതില്ല. ദാവീദിനില്ല, മോശയ്ക്കില്ല, യെശയ്യാവിനില്ല. ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചവരവരെല്ലാം, അവരെല്ലാം ക്രിസ്തു വരുന്നത് കാത്തിരുന്നു. എന്നാൽ 3.5 വർഷം ചിലർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. എന്നാൽ ഇന്ന് അതിനുശേഷമുള്ളവർ ക്രിസ്തുവിലായിരിക്കുന്നു. വീണ്ടും ഞാൻ പറയാം, ക്രിസ്തുവിന് മുമ്പുള്ള പ്രവാചകന്മാരും തിരുവചനത്തിൽ യഹൂദജനത്തോട് ഇടപെട്ട ദീർഘദർശികളും എല്ലാവരും
അവര് ക്രിസ്തു വരും എന്ന് കാത്തിരുന്നു, ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. 3.5 വർഷം കൂടെ നടന്നവർ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. എന്നാൽ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം സംഭവിച്ച എന്നാണെന്നറിയാമോ? ആ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ വന്നപ്പോൾ നാം ക്രിസ്തുവിലായി, ക്രിസ്തു നമ്മിലുമായി. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുവിനുള്ളിലായ ഒരു വ്യക്തിക്ക് അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ വർഗമോ വർണ്ണമോ ഒന്നും അവിടെ ബാധകമല്ല. ന്യായപ്രമാണത്തിലെ അനുഗ്രഹങ്ങളും ശാപങ്ങളും എല്ലാം യഹൂദന് മാത്രമേ ബാധിക്കുന്നുള്ളൂ. അത് വിജാതീയരുമായിട്ട് അതിന് ബന്ധമില്ല. അവിടുത്തെ നന്മകൾ പ്രാപിക്കാനും യഹൂദനെ പറ്റത്തുള്ളൂ. എന്നാൽ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തുവിൽ ഒരു പുതിയ ജനത, ഒരു പുതിയ മാനവികത. അവർക്ക് ചില അധികാരങ്ങളുണ്ട്, ചില പദവികളുണ്ട്. അതാണ് അപ്പോസ്തലന്മാരിലൂടെ സഭയ്ക്ക് തന്നത്. അതുകൊണ്ടാണ് സഭ അപ്പോസ്തോലികമാണ്. സഭ കേൾക്കേണ്ടത് അപ്പോസ്തോലിക ഉപദേശമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, 3000 പേർ ആദിമസഭയിൽ സ്നാനപ്പെട്ടു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവർക്ക് പറഞ്ഞാട്ടെ. മാത്രമല്ല പുതിയ നിയമസഭയിൽ വായിച്ചത് അപ്പോസ്തോലിക ലേഖനങ്ങളാണ്. നിങ്ങൾ ഈ ലേഖനം നിങ്ങളുടെ സഭയിൽ വായിച്ച ശേഷം ലവോദിക്കക്കാർക്ക് വായിക്കുവാൻ കൊടുക്കുവിൻ. ലവോദിക്കക്കാർക്ക് എഴുതിയ അപ്പോസ്തോലിക ലേഖനം നിങ്ങൾ വായിക്കുവിൻ. അപ്പം പുതിയ നിയമസഭയിൽ ആദിമസഭയിൽ വായിച്ചത് എന്തായിരുന്നു? പ്രവാചക പുസ്തകങ്ങളല്ല, സങ്കീർത്തനങ്ങളല്ല, പിന്നെ അപ്പോസ്തോലിക ലേഖനങ്ങളാണ്. എന്നാൽ യഹൂദന്മാരുടെ സിനഗോഗിൽ വായിച്ചത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങൾ, പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങൾ. യേശു തന്നെ സിനഗോഗിൽ പോയി വായിച്ചത് എന്താണ്? പ്രവാചക പുസ്തകങ്ങളാണ്. പൗലോസുമൊക്കെ ഒരു സ്ഥലത്ത് സിനഗോഗിൽ ചെന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണങ്ങളും പ്രവാചകങ്ങളും വായിച്ച ശേഷം പൗലോസിനോട് പള്ളിപ്രമാണി ചോദിക്കുക, നിങ്ങൾക്ക് പ്രബോധനം വല്ലതും പറയാനുണ്ടോ? അപ്പോൾ യഹൂദന്മാരുടെ പള്ളിയിൽ വായിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞാട്ട്? ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, പുതിയ നിയമസഭ അതെല്ലാം ക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നാം ക്രിസ്തുവിലായി. ക്രിസ്തുവിലായ ദൈവമക്കൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ആദാമിനെ പുതുതായി ദൈവം സൃഷ്ടിച്ചതാ. അതൊരു പുതിയ ജനതയായിരുന്നു. അത് ഈ പ്രപഞ്ചം അന്ന് വരെ കാണാത്ത ഒന്നാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇതാ ഒരു പുതിയ ജനം, ഇതാ ഒരു പുതിയ സമൂഹം. അവനോട് ദൈവം പറഞ്ഞു, നീ വർദ്ധിച്ചു പെരുകി ലോകത്തെ നിറയണം. ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കായിരുന്നു, മനുഷ്യന് മാത്രമേ വസ്ത്രം നമ്മൾ കാണുന്നുള്ളൂ അല്ലേ? നമുക്ക് വസ്ത്രത്തിന് എന്തെങ്കിലും നമ്മുടെ വസ്ത്രധാരണത്തിന് പ്രശ്നം വന്നാൽ നമുക്ക് നാണക്കേടാണ്. നമുക്ക് ആരുടെയെങ്കിലും മുമ്പിൽ നിൽക്കാൻ മടിയാണ്. നമ്മൾ വായിക്കുന്നു, മനുഷ്യനെ ദൈവം തൻ്റെ പ്രകാശമാകുന്ന വസ്ത്രമാണ് ഉടുപ്പിച്ചിരുന്നു. തേജസ്, ദൈവ തേജസ് അധികാരത്തിൻ്റെ യൂണിഫോം കൂടെയായിരുന്നു. ഒരു പോലീസുകാരൻ്റെ വസ്ത്രം എന്താണ്? അവൻ്റെ അധികാരത്തിൻ്റെ യൂണിഫോം. ഇന്നും അത് നഷ്ടപ്പെട്ടെങ്കിലും ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് അത്തിയില കൊണ്ട് ഒരു അരയാട തുന്നി സ്വന്തം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ നോക്കി. എന്നാൽ ദൈവം ഒരു യാഗമൃഗത്തെ കൊന്ന്, അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊന്നതിൻ്റെ തോൽ അതിനെ ഉടുപ്പിച്ചു. ദൈവം തന്നെ വീണ്ടും നമുക്ക് തന്നതായി ഈ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ദൈവം സകലത്തിനും അധികാരിയാക്കി വെച്ചു. എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ ദൈവ തേജസ്സില്ലാതായി. അവൻ്റെ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് അവൻ മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മുഖേന ഇതാ പുതിയൊരു സൃഷ്ടിപ്പ് നടത്തുക. ആദാമിനെ സൃഷ്ടിച്ചതുപോലെ അധികാരിയായി, സകലത്തിന്മേലും വാഴ്ചയുള്ളവനായി ഒരു പുതിയ സൃഷ്ടിപ്പ് കർത്താവ് വീണ്ടും ചെയ്യുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആദാമിൻ്റെ മൂക്കിൽ ദൈവം ഊതി. സൃഷ്ടിച്ചതെല്ലാം ക്രിസ്തു മുഖേന സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് മനുഷ്യൻ്റെ മൂക്കിൽ ശ്വാസം ഊതിയത് ആരാണ്? യേശുവാണ്. ഊതിയ പാടെ അവൻ എന്ത് ചെയ്തു? അധികാരത്തിൻ്റെ വസ്ത്രം ധരിച്ച് മണ്ണായിരുന്നവൻ എഴുന്നേറ്റ് വന്നു. അവനെ കണ്ടപ്പോൾ മൃഗങ്ങളൊക്കെ വണങ്ങി നിന്നു. അവനെ കണ്ടപ്പോൾ പ്രകൃതി വണങ്ങി നിന്നു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ഇതെല്ലാം അവൻ്റെ മേൽ വാഴ്ച തുടങ്ങി.
ദൈവത്തിൻ്റെ മക്കളെ, എന്നാൽ മാനവജാതിയുടെ പാപപരിഹാരാർത്ഥം ഒടുവിലത്തെ ആദാമായ ക്രിസ്തു നമ്മുടെ പാപം ഏറ്റെടുത്ത് മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും ഒന്നുകൂടി ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ജീവൻ അവനിലേക്ക് വീണ്ടും വരികയാണ്. ഇന്ന് കർത്താവായ യേശുവിനെ ഒരു വ്യക്തി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഇതേ ശ്വാസമാ ആ വ്യക്തിയിലേക്ക് വരുന്നത്. ആമേൻ. മനുഷ്യൻ്റെ അകത്താര് വരികയാണ്? ക്രിസ്തു വരികയാണ്. അവൻ ക്രിസ്തുവിലാകുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ജനം, അതിന് ഒരു സഭയിൽ ചേരുന്ന കാര്യമല്ല ഞാനീ പറയുന്നു. യേശു ശരീരത്തിലായിരുന്നു, എന്നാൽ 1 കൊരിന്ത്യർ 15 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി. മരിച്ചടക്കപ്പെട്ട് ഉയർത്ത കർത്താവിനെ എന്തോ പറഞ്ഞു? ഹീസ് എ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. പറഞ്ഞാട്ടെ, ഹീസ് എ ലൈഫ് ഗിവിങ്. ഏത് ലൈഫ്? ദൈവത്തിൻ്റെ ലൈഫ്. നിത്യജീവൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ജീവൻ. നമ്മുടെ അകത്തിപ്പോഴുള്ള ജീവൻ അതാണ് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതേ ജീവൻ, ദൈവത്തിൻ്റെ അതേ കഴിവ്, ദൈവത്തിൻ്റെ അതേ കാഴ്ച, ദൈവത്തിൻ്റെ അതേ അധികാരം നൽകിയ ഒരു പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ ഉള്ളവർ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പൗലോസും പത്രോസും എല്ലാം തൻ്റെ ലേഖനങ്ങളിൽ ഇതൊരു പുതിയ ജനതയാണെന്ന് പറയുക. നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിമിഷം, സുവിശേഷം കേട്ട നിമിഷം, യേശുവേ എന്ന് പറഞ്ഞ നിമിഷം, അതിന് വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല, ഒത്തിരി ചടങ്ങും കർമ്മവും ഒന്നും ചെയ്യണ്ട. ഈ യേശുവിൻ്റെ കർത്താവാ, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവേ എന്ന് പറയുന്ന നിമിഷം ആ വ്യക്തി പുതിയ സൃഷ്ടിയാകുകയാണ്. ആ പുതിയ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പുതിയ നിയമത്തിലുടനീളം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള എന്നാണ്. അവർക്ക് പറ, ക്രിസ്തുവിൽ. പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ. വീണ്ടും പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ഒന്ന് പറയുമോ? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. എന്താ, ശരീരത്തിൻ്റെ നിറം അപ്പോൾ മാറിയോ? ഇല്ല. നോ. നരച്ചിരുന്നവരുടെ നര മാറിയോ? ഇല്ല. മുഖത്ത് വീണ ചുളിവുകൾ മാറിയോ? ഇല്ല. അത് ഭൗതികമായ ഒരു സൃഷ്ടിപ്പല്ല നടന്നേ, പിന്നെ ആത്മീയമായി. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ അകത്തായിരുന്ന സംഭവം മാറി. പഴയ പരാജിതൻ മരിച്ചു, ജയാളി അകത്ത് ജനിച്ചു. പഴയ നിരാശയുടെ പാർട്ടി തകർന്നു, പ്രത്യാശയുടെ ആൾ അകത്ത് ജനിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് പൗലൂസ് ഗലാത്യരോട് പറയുമ്പോൾ, നിങ്ങളുടെ ആദ്യ പാഠങ്ങളൊന്ന് വിട്ടേ. പഴയ കുറിച്ചിട്ടിരിക്കുന്ന ചിലതുണ്ട് മനസ്സിൽ. എനിക്ക് അങ്ങനെ, എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ, ഞങ്ങൾ ഈ വീട്ടിൽ പറഞ്ഞ എല്ലാവർക്കും ഇങ്ങനെ, അങ്ങനെ കുറേ കയ്യെഴുത്ത് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചൊന്ന് മരിച്ച് പുതിയ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാർ മുഖേന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ, ക്രിസ്തുവിലായവൻ ഒരു പുതിയ മാനവികതയാണ്. അതൊരു പുതിയ ക്രിയേഷനാ. അതൊരു പുതിയ നക്ഷത്രത്തിൽ പിറന്നതാ. അതിനെ വേറൊന്നും ഏക്കത്തില്ല. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വായിച്ചോളൂ. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എഫേസ്യർ 1:10 വായിച്ചു. എഫേസ്യർ 1:10. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ക്രിസ്തുവിൽ ഒരു പുതിയ ഒരു മാനവികത. അവിടെ യഹൂദനില്ല, യവനനില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുക. ക്രിസ്തുവിലായപ്പോൾ അവനൊരു പുതിയ ജനതയാകുകയാണ്. അവനെക്കുറിച്ചുള്ള നിയമങ്ങൾ വേറെയാ, അവൻ്റെ ഭാവി വേറെയാ. അവനെ ഈ ലോകത്തിൽ ഒരു ശക്തിയും ബാധിക്കത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രതിസന്ധി ഇല്ലെന്നല്ല, ഈ ശരീരം പ്രായം വെക്കും,
ജരാനരകൾ ഉണ്ടാവും, പക്ഷേ അകത്ത് വന്നിരിക്കുന്ന വ്യക്തി ഒരു ജയാളിയാണ്. അതൊരു ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നായി ചേർക്കുക. അവർക്ക് പറഞ്ഞ ക്രിസ്തുവിൽ എല്ലാറ്റിനെയും വീണ്ടും ഒന്നായി ചേർക്കുക. അടുത്ത വാക്യം വായിക്കാം. 2:13 മുതൽ വായിച്ചേ. എഫേസ്യർ 2:13 മുതൽ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ക്രിസ്തുവിൽ ഇപ്പോൾ എന്തായി നിങ്ങൾ? ക്രിസ്തുവിൽ. ഉറക്കെ പറഞ്ഞ ക്രിസ്തുവിൽ. ഉറക്കെ പറ ക്രിസ്തുവിൽ നിങ്ങൾ ഇപ്പോൾ എന്തായി കഴിഞ്ഞു? സമീപസ്ഥരായി. വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതാ ഇരുപക്ഷം? യഹൂദനും വിജാതീയരും ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യൻ. ഓർക്കപ്പറ ഈ വാക്ക് മറരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, ഒരു പുതിയ മാനവികത, ഒരു പുതിയ സെറ്റ് ഓഫ് പീപ്പിൾ, ഒരു പുതിയ വർഗം, ഒരു പുതിയ ജനത. ആദ്യത്തെ ആദാമിനാൽ ഉളവായ ജനത അധികാരികളായിരുന്നു, അവരത് നഷ്ടപ്പെടുത്തി. എന്നാൽ ഒടുവിലത്തെ ആദാം തൻ്റെ ശ്വാസത്താൽ പുതിയൊരു ജനതയെ സൃഷ്ടിച്ചു. അവരെ ഒന്നും തൊടത്തില്ല, പ്രതിസന്ധികളില്ലെന്നല്ല, പക്ഷെ അതിനെ മറികടക്കുന്ന ജയാളികളായ ഒരു ജനതയത്രേ കർത്താവിലുള്ളവർ. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എഫേസ്യർ 3:5-6 വാക്യങ്ങൾ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി. പഴയ നിയമകാലത്ത് ഇങ്ങനെ ഒരു മാനവികത വരുന്നതിനെ കുറിച്ച് പ്രവാചകന്മാർക്കൊന്നും അറിയത്തില്ല. അവർ ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പഴയ നിയമത്തിലെ കാര്യങ്ങൾ അപ്പോസ്തലന്മാരെടുത്തതുപോലെ നമ്മൾ എടുക്കാം, അങ്ങനെ എടുക്കാവൂ. പക്ഷെ പഴയ നിയമത്തിലുള്ളവർ ഒരു ചട്ടത്തിന് കീഴിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ മറക്കരുത്. പ്രൈസ് ലോ. അതുകൊണ്ടാണ് അവരുടെ ന്യായപ്രമാണം നമുക്ക് എടുക്കാനൊക്കത്തില്ല, അതിനി നമ്മുടെ മേൽ ബാധകമല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവര് ഈ പഴയ നിയമത്തിലുള്ള ആൾക്കാർ ഞാൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നും കൊണ്ടിരുന്നവരാ. നീ ഇന്നതൊക്കെ ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ചെയ്താൽ അനുഗ്രഹിക്കും, ചെയ്താൽ അനുഗ്രഹിക്കും, ചെയ്താൽ അനുഗ്രഹിക്കും. ഇതാണ് പഴയ നിയമം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പുതിയ നിയമം എന്താ? ക്രിസ്തു വെളിപ്പെടുത്തത് നിന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. നീ എന്നിൽ വിശ്വസിച്ചാൽ എൻ്റേതെല്ലാം നിൻ്റേതായി മാറും. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അബ്രഹാം അങ്ങനെ ആയിരുന്നു. ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുകയല്ല, പിന്നെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആരനുഗ്രഹിക്കപ്പെട്ടു? അബ്രഹാം. തൻ്റെ ക്രിയകളോ തൻ്റെ നന്മകളോ ഒന്നും ദൈവം നോക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ചു അഥവാ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ. ഞാൻ ചോദിക്കട്ടെ, അതല്ലാതെ വല്ലോ നമ്മളെ കൊണ്ട് ഒക്കുവോ? എല്ലാ ക്രിയകളും നന്നാക്കി 100-ൽ 100 മാർക്ക് മേടിച്ചിട്ട് പാസ് ആകാൻ ആരെ കൊണ്ടേലും ഒക്കുവോ? ഒക്കാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമുക്ക് പറ്റിയ തെറ്റുകൾ മുഴുവൻ നമുക്ക് മോഡറേഷൻ തരുന്നത് പോലെ നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ പരീക്ഷ എഴുതി മാർക്ക് മുഴുവൻ നമുക്ക് തന്നു. 1-2 പേരുടെ യേശു ക്രൂശിൽ പരീക്ഷ എഴുതി മാർക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു, നമ്മളെ മക്കളാക്കി മാറ്റി. ഇപ്പോൾ സ്തോത്രം, യേശുവിന് കിട്ടിയ മാർക്ക് ലിസ്റ്റിൻ്റെ മുകളിൽ തോമസ് കുട്ടി എന്ന് എഴുതി. എന്നിട്ട് ഇതുമായിട്ടാണ് ഇപ്പോൾ പിതാവിൻ്റെ അടുക്ക ചെല്ലുന്നത്. ചുമ്മാ കയറിപ്പോവുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. കെയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ. ഉറക്കെ പറഞ്ഞാട്ടെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. ഇത് പൂർവ്വകാലങ്ങളിൽ അറിയില്ലേ ക്രിസ്തുവിലുള്ള മർമ്മം? അടുത്ത വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ. ഉറക്കെ പറ. ക്രിസ്തുയേശുവിൽ. ജാതികൾ അവരൊരു ന്യായപ്രമാണം ആചരിച്ചില്ല, പക്ഷെ ക്രിസ്തുയേശുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഭാവി ഫലം മാറി, നിന്നെക്കുറിച്ചുള്ള വിധി മാറി, നിന്നെക്കുറിച്ച് നീ വിധിച്ചത് മാറി, നിന്നെക്കുറിച്ച് അയൽവക്കക്കാർ വിധിച്ചത് മാറി, നിന്നെയൊക്കെ കുറിച്ച് നിന്റെ മാതാപിതാക്കൾ വിധിച്ചത് മാറി, അവരും ഇവരും ഒക്കെ വിധിച്ച വിധി മാറി, പുതിയൊരു വിധിയുടെ കീഴിലായി തീർന്നു. ഓ, ആർപ്പോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഓ, കരം ഒന്നടിച്ച് കർത്താവിനെ സ്തുതിച്ച്.
ഇത് നമ്മൾ തിരഞ്ഞെടുത്തല്ല, കർത്താവ് വിജാതീയരായ നമ്മുടെ പുറകെ വന്ന് നമുക്ക് തന്നതാ. ഈ മഹാസ്നേഹത്തെ ഓർത്തൊന്ന് കർത്താവിനെ സ്തുതിക്കുമോ? പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 2:9 ഇതൊരു പുതിയ ജനവർഗമാണെന്നാണ് പറയുന്നത്. ഇത് സാധാരണ ജനതയല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാജയോഗമുള്ളവരാ, പുരോഹിത യോഗമുള്ളവരാ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യേശു പിറന്നപ്പോൾ അവിടെ ആ നാട്ടുകാർക്കൊന്നും കർത്താവിനെ പിടികിട്ടിയില്ല. ക്രിസ്തു വരുമെന്ന് പ്രവചിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. ക്രിസ്തുവിനെ ഒരു കാലിത്തൊഴുത്തിലാണ് കൊണ്ട് കിടത്തിയത്. രാജാവാന്നവർക്ക് പിടികിട്ടിയില്ല. മുമ്പൊക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, യേശു ദരിദ്രനായി പിറന്നെന്ന്. ദരിദ്രനായി പിറന്നതല്ല, ദരിദ്രനായി സ്വീകരിച്ചതാണ്. പിറന്നത് രാജാവായിട്ട്. അല്ലെങ്കിൽ മത്തായി 2 ഒടുവിൽ ആദ്യ ഭാഗത്ത് നോക്ക്, ആ വിദ്വാന്മാർ വന്നിട്ട് ചോദിച്ച്, രാജാവായി പിറന്നവൻ ഇവിടെ? അവനെ തിരക്കി രാജകൊട്ടാരത്തിൽ ചെന്നു. നമ്മുടെ നാട്ടുകാർക്കായിരുന്നു വിവരം ഉണ്ടായിരുന്നേ. നമ്മുടെ കർത്താവ് ദരിദ്രനായത് ക്രൂശില. എന്താണ് ദാരിദ്ര്യം? ദാഹം, നഗ്നത, വിശപ്പ്. ഇങ്ങനെ ദാരിദ്ര്യത്താൽ എന്നാണ് ന്യായപ്രമാണം പറയുന്നത്. ന്യായപ്രമാണത്തിലെ ശാപങ്ങളിൽ ഒന്നാണ് ഏത്? ദാരിദ്ര്യം. മനുഷ്യന്റെ പാപം നിമിത്തം വരുന്ന ശാപത്തിൽ ഒന്നാണ്. ആവർത്തനം 28 നീ ഈ കൽപ്പനകൾ മുഴുവൻ ആചരിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടും. തെറ്റിച്ചാലോ നിനക്കെന്ത് വരും? ആ ശാപം പറയാണ്, വിശപ്പ്, നഗ്നത, ദാഹം, ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ ദാരിദ്ര്യത്താൽ നീ ബാധിക്കപ്പെടും. നമ്മുടെ കർത്താവ് യഥാർത്ഥമായും ദാരിദ്ര്യം അനുഭവിച്ച് എവിടെ? വിശപ്പ്, നഗ്നത, ദാഹം. ഇത് മൂന്നും താൻ എവിടെ ഏറ്റെടുത്തു? ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. അവൻ നമ്മുടെ ശാപമെടുത്തു, നമുക്ക് അനുഗ്രഹം തന്നു. അവൻ നമ്മുടെ പാപമെടുത്തു, അവൻ നമുക്ക് നീതി തന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ ദാരിദ്ര്യം എടുത്തു, അവൻ നമുക്ക് സമ്പന്നത തന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവൻ നമ്മുടെ രോഗം അടിപ്പിണരുകളായി ഏറ്റെടുത്തു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പം ഈ ന്യായപ്രമാണത്തിലെ ശാപം മുഴുവൻ യേശു എവിടെയാണ് ഏറ്റെടുത്തത്? ക്രൂശിൽ. ഗലാത്യ ലേഖനം 3 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന ന്യായപ്രമാണത്തിലെ ശാപം പോലെ കർത്താവ് എന്ത് ചെയ്തു? എൻ്റെ നിങ്ങളുടെ ശാപം എവിടെ ഏറ്റെടുത്തു? ക്രൂശിൽ ഏറ്റെടുത്തു. അനുഗ്രഹം നമുക്ക് തന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ഈ ഉദിച്ച നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർക്ക് പിടികിട്ടിയില്ല. അവിടെ ആരും ഈ നക്ഷത്രം കണ്ടുപോലുമില്ല. എന്നാൽ കിഴക്കൻ നാട്ടിലുള്ള വിദ്വാൻമാർക്ക് പിടികിട്ടി, ഒരു രാജനക്ഷത്രം ഉദിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഈ നക്ഷത്രം രാജനക്ഷത്രം അന്ന് വെളിപ്പെടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. 1-2 പേരോട് പറഞ്ഞ്, നിന്റെ മേൽ ഉദിച്ച നക്ഷത്രം രാജനക്ഷത്രമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ഗലീലക്കടലിലെ മീൻ പിടിക്കുന്ന പത്രോസിന് അറിയാമായിരുന്നു താനൊരു ദരിദ്രനാ, ഞാനൊരു മുക്കുവനാ, ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാ. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ ആ മകൻ പറയുകയാണ്, ഞാൻ മുക്കുവനുമല്ല, സാധാരണക്കാരനുമല്ല, ഞാൻ രാജകീയ പുരോഹിത വർഗമാ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് മതിയായവനാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവേ എന്നെ ഒന്ന് തൊടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതം ചെയ്യും. മാനസികമായിട്ടുള്ള ഭാരങ്ങൾ മാറ്റി മനസ്സിന് കർത്താവ് ധൈര്യവും തൻ്റെ ഇടവും തരും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ധൈര്യം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ നൽകും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തു യേശുവിൻ്റെ കൂടെ കൂട്ടവകാശികളെന്ന് വചനം പറയുന്നത് പോലെ ആ അവകാശത്തോടെ, ആ അധികാരത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. എൻ്റെ യേശുവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് കേൾപ്പിച്ച വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. അവരുടെ വിഷയങ്ങളിൽ ആ വചനം ക്രിയ ചെയ്യട്ടെ. അവരുടെ ഭാരങ്ങളിൽ ആ വചനം ക്രിയ ചെയ്ത് അവരുടെ മനസ്സിനും ശരീരത്തിനും ഇപ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ വരട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ. എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലീഡിങ്ങും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ.
എൻ്റെ കർത്താവെ, സാമ്പത്തികമായ ഭാരം അനുഭവിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരത്തോടെ കേൾക്കുന്നവരുണ്ട്. എൻ്റെ യേശുവിൻ്റെ കരം ഓരോ വിഷയങ്ങളുടെ മേലും പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ വരട്ടെ, സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. 2016 യേശു കൊടുത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശു കൊടുത്ത് हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे